ഈ നമ്മൾ ഈ മാധ്യമ പ്രവർത്തകർ എന്നതിപ്പോൾ കുറേ ആൾ മാപ്രകൾ എന്നാണല്ലോ വിളിക്കുക. പ്രത്യേകിച്ചും ഈ സൈബർ പാർട്ടികളുടെ അണികളാണ് ഇങ്ങനെ വിളിക്കുക. CPM അണികളാണ് തുടങ്ങി വെച്ചത്. എന്നാലും ഇവരൊക്കെ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ആളുകളാണ് എല്ലാവരും ഏറ്റെടുത്തു. അപ്പോൾ യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തനം എന്നതിൻ്റെ ഉത്തരവാദിത്തം എന്താണ് എന്ന് കൂടെ ആളുകൾ മനസ്സിലാക്കേണ്ടതൊരു ഉത്തരവാദിത്തം കാണിക്കുന്നതിൻ്റെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഇപ്പോൾ ഹർഷനും അറിയാം, എനിക്കും അറിയാം, ഇത് കാണുന്നവരിൽ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ആളുകൾക്കെല്ലാം അറിയാം അയാൾ ചെയ്തത് എന്താണെന്ന്. അതിൻ്റെ തെളിവുകൾ അവർ കണ്ടിട്ടുണ്ട്. പുറം ലോകം കാണുന്നതിനേക്കാൾ കൂടുതൽ തെളിവുകൾ കണ്ടിട്ടുണ്ട്. ഇയാളോടൊരു വ്യക്തി എന്ന നിലയിൽ അതികഠിനമായിട്ട് രോഷം തോന്നുന്ന തെളിവുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് ഇവർക്കാർക്കും ഈ പറയുന്നത് എങ്ങനെയെങ്കിലും ന്യായീകരിച്ച് പോകാൻ പറ്റുന്ന സംഗതിയല്ല. അതുകൊണ്ടാണല്ലോ അയാൾ മിണ്ടാത്തത്. അയാൾ ചോദിച്ചിട്ട് നിങ്ങളുടെ ശബ്ദം ചോദിച്ചിട്ട് മിണ്ടാത്തതും ഒരു മാനനഷ്ട കേസ് കൊടുക്കാത്തതൊക്കെ അതുകൊണ്ടാണല്ലോ. അതിൻ്റെ ആ വലുപ്പം എത്ര ഉണ്ടെന്ന് അയാൾക്കറിയാവുന്നതുകൊണ്ടാണല്ലോ. പക്ഷേ ആ കേസിലുള്ള ഒരൊറ്റ പെൺകുട്ടികളുടെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ത്രീകളുടെയോ പേരോ ഐഡൻറ്റിറ്റിയോ അന്തരീക്ഷത്തിലേ ഇല്ല. ഇത്ര വലിയ പ്രമാദമായ കേസായിട്ട് പോലും. ഹർഷന് ഓർമ്മയുണ്ടോയെന്നറിയില്ല, ഇതാദ്യം വന്ന ദിവസം ഒരു യൂട്യൂബർ ഇതുമായി ഒരു ബന്ധവുമില്ലാത്തൊരു പെൺകുട്ടി മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നൊരു മാധ്യമ പ്രവർത്തകരുടെ പേര് പറഞ്ഞ് ഈ ആൾ നല്ല റിപ്പോർട്ടറാണ്, ഇവർ ഇന്ന സ്ഥലത്താണ് ആദ്യം വർക്ക് ചെയ്തത്, പിന്നീട് ഇന്ന സ്ഥലത്തേക്ക് വർക്ക് ചെയ്തത് മറ്റൊരു വീഡിയോ തയ്യാറാക്കിയിട്ടു. ഈ ഗണത്തിൽപ്പെടുത്താവുന്ന ഷാജഹാന്റെ അതെ, ഒരു കാര്യവും ഈ റിപ്പോർട്ടർ ഏതെങ്കിലും തരത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും അഭിനന്ദിക്കാനോ മറ്റോ ഇല്ലാത്തപ്പോൾ അവർ അഭിനന്ദിച്ചുകൊണ്ടൊരു വീഡിയോ ഇട്ടു. എന്തിനാണത്? പേര് പറഞ്ഞിട്ട്. പിന്നീട് അവർ ഈ കേസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകയെ പേരൊന്ന് മാറ്റിയിട്ട് ഇയാൾ തന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങി. എന്തൊരു രോഗാതുര മനസ്സുള്ള ആളുകൾക്കാണത് പറ്റുക ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ഈ ഷാജഹാൻ എങ്ങനെയാണ് ഇവർക്ക് ഇത് ആളുകൾക്ക് സാധിക്കാൻ പറ്റുന്നത്? അതായത് ഒരു കേസ് ഉണ്ടായാൽ ഉടനെ സ്ത്രീകളുടെ ഐഡൻറ്റിറ്റി വലിച്ചു പുറത്തേക്ക് ഇട്ടിട്ട് ആളുകൾ മുഴുവൻ ചീത്തനെ. ഇപ്പോൾ ലക്ഷ്മി പത്മയെ നോക്ക്, അവരവിടെ പോയിട്ട് കണ്ടിട്ട് ലക്ഷ്മി പത്മ വന്നിട്ട് പറഞ്ഞു, അതായത് ഇങ്ങനെയാണ് ഈ സംഭവം. ഇത് ഒരാൾ അവിടെ പോയിട്ട് ഈ കുട്ടിയോട് സംസാരിച്ച ആൾക്ക് ഇത് പുറം ലോകത്തോട് അങ്ങനെയല്ലാതെ പറയാതിരിക്കാൻ പറ്റില്ല. അത് നമുക്കറിയാമല്ലോ, ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് മുഴുവൻ അറിയാമല്ലോ. അവരെ ലക്ഷ്മി പത്മയെ മുഴുവൻ സ്ഥലത്തും പരിഹസിക്കുകയും തെറിവിളിക്കുകയും ഒക്കെയാണ് ഇവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഒരു കേന്ദ്രത്തിൽ സംഘടിതമായിട്ട് ആസൂത്രണം ചെയ്യുകയാണ്. അതുകൊണ്ട് സത്യമില്ലാതാവോ? അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്ന് സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയായി മാറുന്നതാണോ അയാളും അയാളുടെ കൂട്ടരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടാക്കാമെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണോ ചെയ്തത് അത് തന്നെയല്ലേ ഈ ഷൈൻ ടീച്ചറോടക്കമുള്ള ആളുകളോട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ മാധ്യമപ്രവർത്തകരോട് ചെയ്യുന്നത്? എന്ത് സംഭവം? അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിക്രമം നടന്ന സ്ത്രീകളോടാണ്. അതിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കാൻ വരുന്ന ആളുകൾ ഉപദ്രവിക്കുന്നതും സ്ത്രീകളെയാണ്. എന്ത് തരം കാര്യമാണിതെന്ന് ആലോചിച്ച് നോക്കുക. എനിക്ക് ഷിയാസിൻ്റെ ഈ പ്രതികരണം കേട്ടപ്പോൾ അതിനകത്ത് വളരെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടേ ഉള്ളൂ. പക്ഷേ അത് കേട്ടപ്പോൾ ആശ്വാസമായി. കാരണം ഈ രോഗാതുര മനസ്സുള്ള സൈബർ ആളുകൾക്ക് ഈ ശക്തി കൊടുക്കുന്ന വല്ല പ്രസ്താവനയാണ് വന്നതെങ്കിൽ എന്തായതിനെ സ്ഥിതി? ഇതിനേക്കാൾ രൂക്ഷമായി പോയേനെ.